ഹലോ, നമസ്കാരം. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ മറ്റു ആളുകൾ, മറ്റ് SVSO കമ്പനിയുടെ ഡയറക്റ്റ് റൂട്ടുകളോ കൊടുക്കുന്ന ഷോപ്പുകളിൽ നമ്മൾ ഒരു കാരണവശാലും കയറരുത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ഷോപ്പിൽ പാൽ കൊടുക്കുന്നുണ്ട്, അവിടെ നിങ്ങൾ മോരോ തൈരോ എന്തെങ്കിലും കൊടുത്തിട്ട് ആ ഷോപ്പിൽ എൻട്രി എടുക്കരുത്. അത് ഒരു കോമ്പറ്റീഷൻ കാരണമാവും. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷോപ്പുകൾ കയറുന്ന ഒരു ഇഷ്യൂസ് വരും. അതായത് ഒരു കോമ്പറ്റീഷൻ വരും. അത് ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ അല്ല. എപ്പോഴും നമ്മൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ മാത്രം ചെയ്യുക. നമ്മുടെ ഫ്രഷ് വെല്ലിൻ്റെ ഡയറക്റ്റ് വണ്ടികൾ പോകുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ SVS കൊടുക്കുന്ന ഒരു ഷോപ്പുകളിൽ ഫ്രഷ് വെല്ലിൻ്റെ ഡയറക്റ്റ് വണ്ടികളൊന്നും പരസ്പരം കയറിയിട്ട് ഓർഡറുകൾ മറിക്കാനുള്ള സംവിധാനം ചെയ്യരുത്. അത് പ്രത്യേകം ഓരോരുത്തരോടും പറഞ്ഞതാണ്. അങ്ങനെ ഏതെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ചെയ്യരുത്. ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആൾ എടുത്ത ഓർഡർ മറ്റൊരാൾക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ കടക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന വണ്ടി ഏതാണെന്നുള്ളത് അവർ നോക്കില്ല. ഗോദ്രേജിൻ്റെ വണ്ടി എന്നുള്ള രൂപത്തിൽ കാണും. പക്ഷേ അതൊരിക്കലും ചെയ്യരുത്. അതൊരു അൺഹെൽത്തി പ്രാക്ടീസാണ്. ഒരിക്കലും ആ രൂപത്തിലുള്ള സംഗതികൾ ചെയ്യരുത്. നിങ്ങൾക്ക് ഒരുപാട് മറ്റു കമ്പനികൾ പാൽ സപ്ലൈ ചെയ്യുന്ന ഷോപ്പുകളുണ്ട്, അവിടെയാണ് ചെയ്യാവുന്നത്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും സ്ഥാപനത്തിൻ്റെ പേര് മാറ്റിയിട്ട് ഓഫീസിലേക്ക് അറിയിക്കരുത്. അത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അത് ഭാവിയിൽ അതിന് പ്രശ്നം വരുമ്പോൾ ഒന്നും കമ്പനി കേൾക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കടയുടെ പേര് മാറ്റി വേറൊരു കടയുടെ പേരിട്ടിട്ട് അവിടെ ആഡ് ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യരുത്. യഥാർത്ഥ നമ്പറും യഥാർത്ഥ പേരും തന്നെ ഓഫീസിൽ കൊടുക്കുക. നിങ്ങൾ ബില്ല് എഴുതി കൊടുക്കുമ്പോഴും അത് തന്നെ ചെയ്യുക. കാരണം ഇത് ചെറിയ ഒരു ബിസിനസ്സല്ല. നാളെ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഒരു ചെക്കിങ് വരുന്ന സമയത്ത്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അതോറിറ്റിയിൽ നിന്ന് ഒരു ചെക്കിങ് വരുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അൺഹെൽത്തി പ്രാക്ടീസുകൾ പരമാവധി ചെയ്യാതിരിക്കുക. താങ്ക് യു.